ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്ന് മറ്റൊരു ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മള് വാടാനപ്പള്ളി തളിക്കുളം സ്നേഹതീരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ബീച്ചെത്തി. നമുക്ക് ഇന്നും നമ്മൾ ഡ്രോൺ ഫിഷിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്കിലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അങ്ങനെയല്ല നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ശരിയാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു വിചാരമുണ്ട്. നോക്കി നോക്കാം എന്തായാലും നമുക്ക് എങ്ങനെയാവുന്നു. ഞങ്ങളിവിടെ ഒരു ചായക്കടയുണ്ട്, ഇവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാം. വണ്ടി നിർത്തിയത് സ്ലിപ്പ് നീ കൊടുത്തിട്ടുണ്ട് മറ്റേ തൊലി പോയിട്ട് ഫോണിൻ്റെ കയ്യിലില്ലേ. നമ്മളിപ്പോൾ ബീച്ചിനവിടെ വന്നിരിക്കുകയാണ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. ട്രൈ ചെയ്ത് നോക്കാം. ബീച്ച് ഫിഷിൽ നമ്മൾ ഡ്രോണും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് കാപ്പർലാൻഡിൻ്റെ പഴയ ഒരു ഇതാണ്, ബെയ്റ്റ് കാസ്റ്റർ ഹെഡാണ്. എൻ്റെ എക്സാക്റ്റ് പേര് എനിക്കറിയില്ല. എസെൻഷ്യൽ ഗെയിമർ കാപ്പർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നല്ലൊരു സാധനമാണ്. ഞാൻ ഇതുവരെ മീൻ പിടിച്ചിട്ടില്ല, കാരണം ഇത് ബോട്ടിലൊക്കെ യൂസ് ചെയ്യണതാണ്. 1-2 പ്രാവശ്യം ബോട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ മീനൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഇതിലിങ്ങനെ വെക്കുക. ഫസ്റ്റ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രോണിന് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. നമ്മൾ ഡ്രോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ബാക്കിൽ ആ യൂണിറ്റ് വെച്ചിരിക്കുകയാണ്. അതൊന്ന് അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഹോം പോയിന്റ് അപ്ഡേറ്റ് എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടി. അതിനർത്ഥം ആവശ്യത്തിനുള്ള സാറ്റലൈറ്റ് ആയി, 26 ആയി, ഇപ്പോൾ 27 ഒക്കെ ആയി. അപ്പോൾ നമുക്ക് ഇനി ലിഫ്റ്റ് ചെയ്തിട്ട് നോക്കാം. നമ്മളൊന്നുകൂടി അടുത്ത ട്രൈ നടത്താണ്, ടേക്ക് ഓഫ് ചെയ്യണം. കാറ്റുണ്ട് അവിടെ, ഞാനവിടെ നിർത്തിയതല്ലേ. ആ ഓക്കെ, കാറ്റ് കാരണം അതിന് ബുദ്ധിമുട്ടാണ്. ആ ചേട്ടൻ പോകുന്നുണ്ട്, ബോട്ടിൻ്റെ അവിടെ വരെ എത്തണം. എത്ര മീറ്ററായി? ഒരു 200 മീറ്ററിൻ്റെ അടുത്തേക്ക് എത്തി. ഇനി ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ഡ്രോപ്പ് ചെയ്തോ. ഓക്കെ. ഒരു മിനിറ്റ്, ഡ്രോപ്പ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ നമുക്ക് കടൽ കാണാൻ പറ്റും.
അതേപോലെ തന്നെ ബെയ്റ്റ് നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റൂല. ഇങ്ങനെ എവിടെ വെയിറ്റ് ബെയ്റ്റ് കാണാൻ പറ്റില്ല. നോക്കാം. ഞാൻ ഡ്രോപ്പ് ചെയ്തോ. അതെ അതെ ബെയ്റ്റ് കാണുന്നു. ബെയ്റ്റ് അവിടെ ജസ്റ്റ് വീഡിയോയിലുണ്ട്, വീഡിയോ കാണാം. അത് ഡ്രോപ്പ് ചെയ്തോ. ഞാൻ ഡ്രോപ്പ് ചെയ്തോ. ഡ്രോപ്പായി. യെസ്, ഡ്രോപ്പായി. നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി റിട്ടേൺ ടു ഹോം അടിക്കുന്നു. യെസ്, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു സാധനം ഡ്രോപ്പായി. നമ്മളൊന്ന് ടൈറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടില്ല. കാണാൻ സ്പൈഡർ വന്നു. കറക്റ്റ് ഇറങ്ങണം. ഇനി അവിടെ ഉള്ളൂ. പെർഫെക്റ്റ്. സ്റ്റോപ്പ് ചെയ്യണോ? ഓക്കെ, നമ്മളപ്പോൾ വെയിറ്റിംഗ് ആണ്. ഒരു കാര്യം കൂടിയും മനസ്സിലാവണമെന്ന് വെച്ചാൽ ബീച്ചിൽ ഭയങ്കരമായിട്ട് കാറ്റും പിന്നെ അടി ഒഴുക്കെന്ന് പറയുന്ന പോലെ സംഭവം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരെ റൈറ്റിലേക്ക് വലിഞ്ഞു വരും. അപ്പോൾ നമ്മൾ എത്രത്തോളം സ്ട്രെയിറ്റ് ഇട്ടാലും അത് വലിയ ഉപകാരമില്ല. നമ്മളിപ്പോൾ ഇട്ടുള്ളത് റൈറ്റ് സൈഡ് ഭയങ്കരമായിട്ട് ഇതുണ്ട്. മീൻ കിട്ടുമെന്ന് ഉറപ്പില്ല, എങ്കിലും ഈ പുലിമൂട്ടുമെന്ന് ഇടുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ട്രൈയിങ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ട്രൈയിങ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ളതാണ്. ഡ്രോൺ ഫിഷിങ് കുറേ നേരം ട്രൈ ചെയ്തുവെങ്കിലും നമുക്ക് വലിയ ഒരു റിസൾട്ടൊന്നും ഉണ്ടായില്ല. നമ്മുടെ എക്സ്പീരിയൻസ് കുറവാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി തവണ ട്രൈ ചെയ്യുകയാണെങ്കിൽ ശരിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ഡ്രോൺ ഫൂട്ടേജസുകൾ ആഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ നോർമലായിട്ട് കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും അത്യാവശ്യമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദി. ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.